എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സിന്ധു കൃഷ്ണകുമാർ ചേച്ചി. നിങ്ങളുടെ ബർത്ത്ഡേക്ക് എല്ലാവിധ ആശംസകളും. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇവരുടെ വിഷയം തന്നെയാണ്. ഇതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ആക്ടർ കൃഷ്ണകുമാറിൻ്റെ വൈഫാണ് സിന്ധു കൃഷ്ണകുമാർ. ശരിക്കും എനിക്ക് ഇവരെ പേഴ്സണലി അറിയാമായിരുന്നു. അത് അവർക്ക് എന്നെ അറിയില്ലായിരിക്കും. കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ഈ ഷോപ്പിൽ ഇവർ മിക്കവാറും ദിവസങ്ങളിൽ വരുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ അവിടെ വരും. അവിടെ വന്നിട്ട് സ്റ്റേഷനറീസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്നതാണ്. അന്ന് ശരിക്കും ആൾ അധികം ആരോടും സംസാരിക്കില്ല. വരുന്നു, വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുന്നു, സാധനം പർച്ചേസ് ചെയ്യുന്നു, വണ്ടി കയറുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ഈ ഒരു സൗഹൃദ സംഭാഷണം കാര്യങ്ങളൊന്നുമില്ല. അധികം സംസാരിക്കുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ആളുടെ ചാനൽ കാണുന്നത്. കുറേയധികം യൂട്യൂബേഴ്സ് ഇവരുടെ ഈ വീഡിയോ റിയാക്ട് ചെയ്ത് കണ്ടു. ദിയ കൃഷ്ണകുമാറിൻ്റെ ഓബൈ ഓസി എന്ന ഓൺലൈൻ ജ്വല്ലറിയിലെ ആ വിഷയം, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഈ സിന്ധു ചേച്ചി ചെയ്തേക്കുന്നത്. അന്ന് നമ്മൾ മാഡം എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല, ചേച്ചി. അപ്പോൾ ആളുടെ ബർത്ത്ഡേയുടെയൊക്കെ തലേദിവസമാണെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. ഫാമിലി വ്ളോഗാണ്. അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ അവരുടെ ചാനലിൽ കൂടി സ്പ്രെഡ് ചെയ്യുന്നു. ഇതാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വന്നിട്ട് ഏറ്റവും അവസാനം വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നമുക്കും ഒന്ന് ഡീറ്റെയിൽ ചെയ്യാനുള്ളത്. വേറൊന്നുമല്ല, ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. പല യൂട്യൂബേഴ്സും അത് എടുത്ത് റിയാക്ട് ചെയ്തു ഒക്കെ ചെയ്തു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ യൂട്യൂബേഴ്സിന് ഉൾപ്പെടെ വല്ലാതെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സംസാരിക്കാനുണ്ട്. ആളുടെ വീഡിയോ തന്നെ കണ്ട് നമുക്കൊന്ന് പോവാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബ് എടുത്തപ്പോൾ ഇന്ന് 6th of November ഞാൻ നോക്കിയപ്പോൾ ഓസി ഇന്നലെ ഇട്ടൊരു വീഡിയോ ട്രെൻഡിങ് 1 and I'm like ഇപ്പോൾ ഓസിയുടെ എന്തോ ഇത് കുറിച്ചിട്ട് എന്തോ അവളുടെ ഓസിയുടെ ജ്വല്ലറി വാങ്ങിച്ചതിൻ്റെ ഇഷ്യൂ ഏതോ ഒരു ലേഡി വന്ന് എന്തോ പറഞ്ഞു അതിനെ കുറിച്ച്. പാവത്തിനൊന്നും അറിയില്ല. സ്വന്തം മകളുടെ ജ്വല്ലറി നടന്നൊരു ഇഷ്യൂ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നടക്കുന്നു. പക്ഷേ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ വഴിയെ പോയപ്പോൾ കണ്ടതാണ്. ഓസിയുടെ വീഡിയോ നമ്പർ 1 ആയിട്ട്, ട്രെൻഡിങ് നമ്പർ 1 ആയിട്ട് കണ്ടു. പിന്നെ ഏതോ ഒരു ലേഡി എന്തൊക്കെയോ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടു. എന്താ പറയുക, ഒരു കസ്റ്റമറാണ് എപ്പോഴും കിങ് എന്ന് പറയാറുണ്ട്. ഒരു ബിസിനസ്സിൽ കസ്റ്റമറാണ് രാജാവ്. പക്ഷേ ഇവിടെ ഇവരാണ് രാജാവ്. എനിക്ക് ദിയയോട് ഒരു സോറി പറയാനുണ്ട്. കാരണം ദിയ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാവരും ചിന്തയുണ്ട്, ഇവരെ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ. ഈ സംസാരം മുഴുവൻ കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. ഞങ്ങളെ കഴിഞ്ഞ് മതി മറ്റാരും, ഞങ്ങളാണ് എന്താ പറയുക, കൊടി കെട്ടിയ കൊമ്പന്മാർ, ഞങ്ങളുടെ താഴെ അടിയാളന്മാരാണ് എല്ലാവരും എന്നൊരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ പിന്നെ മകൾക്കും അത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എനിവേ, നമുക്ക് ബാക്കി കേൾക്കാം. അപ്പോൾ എന്തായാലും സിന്ധു ചേച്ചി ഈ പറയുന്ന പ്രശ്നം അറിഞ്ഞത് ദിയയുടെ വീഡിയോ ട്രെൻഡിങ് നമ്പർ 1 ആയതായിട്ട് കണ്ടപ്പോഴാണ് കയറി നോക്കുന്നത്. അപ്പോഴാണ് എല്ലാം അറിയുന്നത് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ വീട്ടിലൊന്നും സംസാരിക്കാറില്ലേ, ഷെയർ ചെയ്യാറില്ലേ, വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും ചോദിക്കാറില്ല എന്താ പ്രശ്നമെന്ന് ചോദിക്കാറില്ലേ എന്നതാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു സംശയം. പിന്നെ അങ്ങോട്ട് വഴിയെ പോണ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ വന്ന് അവരവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് അവരവരുടെ കുറേ വീഡിയോസ് എടുത്തിട്ടു. അങ്ങനെ അതിനെ ഓസി പ്രതികരിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നലെ ഓസി ഇട്ടത്. യൂട്യൂബേഴ്സ് ഇട്ടപ്പോൾ അത് വഴിയെ പോയ യൂട്യൂബേഴ്സ് എന്തൊക്കെയോ വീഡിയോസ് എടുത്തിട്ടു, അവരുടെ കഴിവ് തെളിയിക്കുന്ന എന്തൊക്കെയോ വീഡിയോസ് ഇട്ടു. പക്ഷെ ഓസി പ്രതികരിച്ചു. ഓസി ചെയ്തപ്പോൾ അത് പ്രതികരണം. യൂട്യൂബേഴ്സ് ചെയ്തപ്പോൾ എന്തൊക്കെയോ വഴിയോ പോയവർ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു അല്ലേ? ഓക്കെ, ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഓസി മൈൻഡ് ചെയ്യില്ലേ, ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഇവന്മാരൊക്കെ ഇതുപോലെ അവർക്ക് ജീവിക്കണ്ടേ? അതെന്താ സിന്ധു ചേച്ചിക്ക് കയ്യിൽ ഫോണില്ലായിരുന്നു? ഓസിയെ വിളിച്ച് പറയാൻ പാടില്ലായിരുന്നു? എന്തിനാ മോളെ ഈ പണിക്ക് പോകുന്നത്? വെറുതെ വിട്ടേക്ക്, അവരവരുടെ വഴിക്ക് പോകട്ടെ, അവർക്കൊക്കെ ജീവിക്കണ്ടേ? ഇതേ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് അവരോട് നേരിട്ട് വിളിച്ച് പറയാൻ പാടില്ലായിരുന്നോ? അതിന് അടുത്തുണ്ടെങ്കിൽ മാത്രമേ പറയാനുള്ളതുണ്ടോ? അങ്ങനെയുണ്ടോ? അല്ല, ഞങ്ങളൊക്കെ ഇപ്പം ആരെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അയ്യോ അയാളത് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യമേ തന്നെ എടാ നീ അത് ചെയ്യേണ്ട കേട്ടോ, നീ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിലക്കുമായിരുന്നു. അതെന്താ ഇവിടെ ഓസിയുടെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ? അല്ല, നമ്മൾ അടിയാളന്മാരാണല്ലോ, അപ്പം നമുക്കറിയില്ല, അതുകൊണ്ടാണ്. സോ അവരൊക്കെ ഇതുപോലെ ഏതെങ്കിലും 4 പേര് അറിയുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടുവാണെങ്കിൽ അതെടുത്തിട്ട് അവർക്കൊരു കണ്ടന്റ് ആക്കി സംസാരിക്കുമ്പോൾ അവർക്ക് തോരാതെ സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടും. അപ്പോൾ ഓബൈ ഓസി എന്നൊരു സാധനം വാങ്ങിച്ചിട്ട് അത് കൊള്ളാമെന്നും പറഞ്ഞ് യൂട്യൂബിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സിന്ധു ചേച്ചി ഉൾപ്പെടെ എല്ലാവരും അത് ഷെയർ ചെയ്ത് പൊലിപ്പിക്കും. കണ്ടില്ലേ, ഓബൈ ഓസി എന്ന സാധനം മേടിച്ചു, എല്ലാവരും വാങ്ങിച്ചയാൾ നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതേക്കുറിച്ച് മോശം പറഞ്ഞാൽ, അത് മോശപ്പെട്ട സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വഴിയെ പോയവരായി, ജോലിയും കൂടി ഇല്ലാത്തവരായി. നല്ലത് പറഞ്ഞാൽ
മോശം പറഞ്ഞാൽ ഹിഹി. ആ ഒരു രീതിയിൽ ശരിയാണോ ചേച്ചി? ഇതുവരെയും നിങ്ങളുടെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും സാധനം മേടിച്ച വ്യക്തിക്ക് ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തു, ആ സാധനം വരുന്നു. ഈ സാധനം ചിലപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരിക്കും. നിങ്ങളുടെ പോളിസിയാണ് ഈ പറയുന്ന വീഡിയോ വേണം എന്നുള്ളത്. അതൊക്കെ അത് ന്യായമായ കാര്യമാണ്. അത് ഫേക്ക് വീഡിയോ അയച്ചതുകൊണ്ട് നിങ്ങളത് കൊടുത്തില്ല. പക്ഷേ ആ വീഡിയോകളുടെ താഴെ വന്ന കുറേയധികം കമൻസ് ഉണ്ട്. അതിലെല്ലാം ഫേക്ക് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇതുവരെയും നിങ്ങളുടെ മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിലോ കസ്റ്റമറുടെ പ്രോബ്ലം സോൾവ് ചെയ്തു എന്നും പറഞ്ഞൊരു വീഡിയോ എവിടെയും കണ്ടിട്ടില്ല. ഒരു കസ്റ്റമർ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. കുറേയധികം ആൾക്കാരുടെയെങ്കിലും പ്രോഡക്ട്സ് ഡാമേജ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ദിയയുടെ ട്രെൻഡിങ് നമ്പർ 1 ആയ വീഡിയോയിൽ പോലും ദിയ സംസാരിച്ചിട്ടില്ല ഞാനിത് സോൾവ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ കാര്യമാണ്. അത് വഴിയെ പോകുന്ന ആൾക്കാരല്ല. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സാധനം മേടിച്ചിട്ട് അതിൽ പൈസ നഷ്ടപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. അല്ലാണ്ട് യൂട്യൂബേഴ്സിന്റെ വീട്ടിലെ കാര്യമല്ല. അവിടെ ഒരു പരിഹാരം കാണാൻ നിങ്ങൾ ശ്രമിച്ചതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ ചോദിക്കും നിന്നെയൊക്കെ അറിയിച്ചിട്ട് വേണോ ചെയ്യാനെന്ന്? വേണ്ട. പക്ഷേ ആ കസ്റ്റമേഴ്സെങ്കിലും പറയുമല്ലോ, ഓക്കെ ഞങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്തു എന്ന് പറയുമല്ലോ. കണ്ടില്ല. ലൈക്ക് ആ സ്ത്രീ എന്താണോ പറഞ്ഞത്, എന്നിട്ട് ഇപ്പം ദിയ അതിന് റിയാക്ട് ചെയ്തോ എന്താണ് പറഞ്ഞത് വെച്ചാൽ അവരുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ മറ്റവരെന്ത് പറഞ്ഞു, ഇവർ ആരെങ്കിലും റിയാക്ട് ചെയ്തെങ്കിൽ എന്താണ്, പിന്നെ അതാണ് ഇതാണ് ഇവിടെ അങ്ങനെ കുറച്ച് എടുത്തിട്ട് അവർക്ക് ഒരു അരമണിക്കൂർ സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ അത് വെച്ച് വീഡിയോ ഉണ്ടാക്കി എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു വീഡിയോ കഴിഞ്ഞ ഒരു മാസത്തെ വീഡിയോസ് ഇങ്ങനെ അടുത്ത് ബാക്കൗട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. 1.5 മാസത്തെ വീഡിയോ. അതിനകത്ത് 30 മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടില്ല. എല്ലാം 30, 35, 40 മിനിറ്റ്. അതും എന്തൊക്കെയാണ് കാണിക്കുന്നത്? വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് കിട്ടുന്ന കോണ്ടന്റ്സിന്റെ മാറ്റർ സംസാരിക്കുന്നു. അതിൻ്റെ പ്രശ്നം. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെല്ലാം മോശമാണെന്ന് പറയരുത്. അതിനകത്ത് ഈ പലരുടെയും വീഡിയോസ് കണ്ടിട്ട് പല പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതുലൊരു വീഡിയോ കണ്ടു. അതിനകത്ത് അതുൽ പറയുന്നൊരു കാര്യമുണ്ട്. ഏതൊരു ബൊട്ടിക്കിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ട് അവർക്ക് സമയത്തിന് സാധനം കിട്ടാതെയായിട്ട് ആ ബൊട്ടിക്കാരെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അവസരം അതുലിൻ്റെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം അവർ ആ കസ്റ്റമറെ വിളിച്ചിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെല്ലാവരും അതുകൊണ്ട് ഉപയോഗമില്ല എന്ന് മാത്രം പറയരുത്. ഇനി നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് നല്ലൊരു വീഡിയോ, ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ സംസാരിക്കുമോ? അവിടുത്തെ ഒരു പ്രശ്നം സംസാരിച്ചപ്പോൾ നിങ്ങൾക്കത് അയ്യം. ട്രിവാൻഡ്രം ഭാഷയിൽ സംസാരിക്കുവാണെങ്കിൽ അയ്യം അല്ലേ? പുകഴ്ത്തി പറഞ്ഞതെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാവരും മാസ് വലിയ വലിയ ആൾക്കാരായാണ്. അതൊരു ഒരു വൃത്തികെട്ട ഒരു പ്രവണതയല്ലേ? ഇരിക്കുന്നവരാണ്. ഇവിടെയാണോ കാറ്? ഇവിടെയാണോ? ഇവിടെ ഒരു കാറ് വന്നു. ഒരു മിനിറ്റ്, അമ്മ വന്നു. അമ്മക്കുട്ടി കമ്മിങ് ബാക്ക് ഫ്രം ദി ജിം. അയ്യോ ഹലോ, മറ്റേ അല്ല 1 മിനിറ്റ്, യൂട്യൂബില് ട്രെൻഡിങ് ആയി വന്ന ആളല്ലേ? ഫാൻസുകളെ കൊണ്ടുവന്ന് ഞാൻ ഒന്ന് ഊണ് കഴിച്ചിട്ട് പോയിക്കോട്ടെ. നിന്നെ കാരണം എത്ര പേരാ ജീവിച്ചു പോണത്. നിന്നെ കുറിച്ച് ഞാനും ഒരു വീഡിയോ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സോഷ്യൽ സർവീസ് അതിന്റെ കടമയാണ്. രണ്ട് ഊരി വെച്ച് നിന്നെ കാരണം എത്ര പേരാ ജീവിച്ചു പോകുന്നത്? ഈ വീട്ടുകാരെങ്ങനെ ജീവിക്കുന്നത്? ആക്ടർ കൃഷ്ണകുമാർ എന്ന ലേബൽ കൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്? സിന്ധു കൃഷ്ണകുമാർ, ദിയ കൃഷ്ണകുമാർ, അഹാന കൃഷ്ണകുമാർ, എല്ലാ പേരിൻ്റെ എൻഡിലും കൃഷ്ണകുമാറുണ്ട്. ആ ലേബൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ പോലും തുടക്കത്തിൽ വലിയ ഹൈപ്പിൽ എത്തിയത്. ഇപ്പോഴാണല്ലോ ഇൻഡിവിജ്വലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ വഴിയെ പോകുന്ന യൂട്യൂബേഴ്സ് നിങ്ങൾ കുറ്റം പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ യൂട്യൂബ് ഇല്ലാത്ത ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? അല്ല, ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങളുടെ മക്കൾക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഇനി ഇല്ലാത്ത ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ? അപ്പോൾ നമ്മൾ ജീവിക്കുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ് എന്ന ബോധമുണ്ടാവണം. പിന്നെ പൈസ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നാളെ എൻ്റെ കയ്യിൽ, നാളെ എൻ്റെ കയ്യിലാണെങ്കിൽ മറ്റന്നാൾ അത് മറ്റാരുടെയും കയ്യിൽ. ഇതൊക്കെ വരാനും പോകാനൊന്നും അധിക സമയമൊന്നും വേണ്ട. അപ്പോൾ അഹങ്കാരം ഒരല്പം കുറയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് നിങ്ങളെ കാണുന്ന സമയത്ത് എനിക്കൊരു പാവം ഒരു ചേച്ചിയായിട്ട് തോന്നി. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ സംസാരം എല്ലാവരെയും പുച്ഛിച്ചുകൊണ്ട്, ഇത് എപ്പോൾ തൊട്ട് തുടങ്ങിയതാ? ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി സിനിമയിൽ അഭിനയിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അവസാനിക്കാൻ അധിക സമയമൊന്നും വേണ്ട. വളരെ കുറച്ച് മിനിറ്റുകൾ മതി, അല്ലെങ്കിൽ സെക്കൻഡ്സ് മതി. നമ്മൾ എത്രയോ കാഴ്ചകൾ കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക്, ഞാൻ പറഞ്ഞ ചേച്ചിയുടെ കാര്യമല്ല കേട്ടോ, ഇവരുടെ മകളുടെ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് സംഭവിച്ച ഒരു മിസ്റ്റേക്ക്, അത് ചൂണ്ടിക്കാണിച്ച് ആ പയ്യനെ എന്തൊക്കെ പറഞ്ഞു, അതിന് നിങ്ങൾക്കൊരു പ്രശ്നമില്ലേ? നിങ്ങൾക്ക് തോന്നിയത് വിളിച്ച് പറയാം, പക്ഷെ അത് തിരിച്ച് പറയാൻ പാടില്ല. തിരുവായ്ക്ക് എതിർവായില്ല. അതാണ് നയം. കൊള്ളാം.